നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ. ജില്ലയിലും വിപുലമായ പരിപാടികൾ. തൃശൂർ തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലയിൽ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സംഘടിപ്പിച്ചത് വിപുലമായ പരിപാടികൾ. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3 ലക്ഷം രൂപ നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വല്ലച്ചിറ സർവീസ് സഹകരണ സംഘം 2 ലക്ഷം രൂപ കൈമാറി. വയനാട് ദുരന്ത ബാധിതർക്കുള്ള കൈത്താങ്ങായാണ് തുക കൈമാറിയത്. ചേർപ്പ് മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന യജുർവേദ യജ്ഞം ഓത്തുകൊട്ട് വേദശാല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ സ്വാതന്ത്ര്യദിന ആഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പരേഡ് പരിശോധന, പരേഡ് മാർച്ച് പാസ്റ്റ് എന്നിവയ്ക്ക് ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷികത്തിലും പല വിഭാഗങ്ങളും പ്രശ്നങ്ങൾ നേരിടുന്നതായും സമത്വത്തിലും തുല്യതയിലും അധിസ്ഥിതികമായ ഒരു നാട് കെട്ടിപ്പടുക്കുന്നതിനായി ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾ, മതന്യൂനപക്ഷങ്ങൾ, ദളിത്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിലുള്ളവർ, ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ, ട്രാൻസ്ജെൻഡേഴ്സ്, വയോജനങ്ങൾ തുടങ്ങി അവഗണന ഏറ്റുവാങ്ങേണ്ടി വരുന്ന വ്യത്യസ്ത വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവന്ന് ശാക്തീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം ഏറ്റെടുക്കുന്ന സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ്. വർഗീയതയുടെയും വിഷലിപ്തമായിട്ടുള്ള വിഘടനവാദത്തിന്റെയും വംശീയതയുടെയും വിത്തുകൾ വിതച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ മനുഷ്യ സ്നേഹത്തിന്റെ മഹാപരിച ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. തുടർന്ന് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ്, NCC തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു. ഭരണസിര കേന്ദ്രമായ സിവിൽ സ്റ്റേഷനിലും മറ്റു ഓഫീസുകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3 ലക്ഷം രൂപ കൈമാറി. പുതുക്കാട് MLA KK രാമചന്ദ്രൻ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ മണ്ഡലത്തിലെ ആദ്യഘട്ടം 13 ലക്ഷത്തിൽ പരം രൂപയുടെ ചെക്കുകൾ നമ്മൾ മൊത്തമായി തഹസിൽദാരെ വിളിച്ച് 3 പോരം തഹസിൽദാരെ നമ്മൾ ഏൽപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഞാൻ കൊൽക്കത്തയിലായിരുന്നു, 5 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നലെ തന്നെ ഒരു
4 ലക്ഷം രൂപയോളം 7 കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുപോലെ ഏറ്റുവാങ്ങി. ഇന്ന് രാവിലെ 3 കേന്ദ്രങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി. ഇതിപ്പോൾ 4ാമത്തെയാണ്. ഇനി അപ്പുറത്ത് വല്ലച്ചിറ സർവീസ് സഹകരണ ബാങ്കിനുണ്ട് 5. അത് കഴിഞ്ഞാൽ 1-2 പരിപാടി കഴിഞ്ഞാൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ഒരു പരിപാടി കഴിഞ്ഞ് നേരെ കല്ലൂർ ഒരു പുരുഷ സ്വയം സഹായ സംഘം അവർ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലായിടങ്ങളും നമ്മളെ ഏൽപ്പിക്കുന്നത് വേറെ, ഏൽപ്പിക്കാണ്ട് അവർ നേരിട്ട് അയക്കുന്നവരുണ്ട്. പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾ ഏറ്റുവാങ്ങി അത് അയക്കുന്നതുണ്ട്. അങ്ങനെ ഇതൊന്നല്ലാത്ത ഒരുപാട് സംഘടനകൾ പിന്നെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ പൊതുവായ ഈ കൂട്ടായ്മയിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അവരുടെ ഈ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നു. സർക്കാരിന് വേണ്ടിയും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പ്രത്യേകമായി ഇങ്ങനെ ഒരു സഹായം നൽകാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്ന വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഇതിലിപ്പോൾ നന്ദി പറയേണ്ടതില്ലെങ്കിലും ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനത് ഏറ്റുവാങ്ങുകയാണെന്ന് അറിയിക്കുന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജൂലൈ മാസം 30-ന് വയനാട്ടിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ മണ്ണിനടിയിലാക്കിയ വലിയ ദുരന്തം, ഒരു ഉരുൾപൊട്ടൽ നടന്നതിൻ്റെ ഭാഗമായി വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിന് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സഹായഹസ്തം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3 ലക്ഷം രൂപ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് കൈമാറാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വല്ലച്ചിറ സർവീസ് സഹകരണ സംഘം 2 ലക്ഷം രൂപ കൈമാറി. വയനാട് ദുരിതബാധിതർക്കുള്ള കൈത്താങ്ങായാണ് തുക കൈമാറിയത്. സംഘം പ്രസിഡന്റ് CR മദനമോഹനിൽ നിന്നും 2 ലക്ഷം രൂപയുടെ ചെക്ക് പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. ഭരണസമിതി അംഗങ്ങളായ PA ചന്ദ്രൻ, TN സുധീന്ദ്രൻ, ഹേമലത ഉണ്ണികൃഷ്ണൻ, ബിന്ദു ബാബു, സംഘം സെക്രട്ടറി ഇൻചാർജ് T ബൈജു, സംഘം ജീവനക്കാർ, സഹകാരികൾ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന യജുർവേദ യജ്ഞം ഓത്തുകൊട്ട് വേദശാല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ക്ഷേത്രം നക്ഷത്രവനവും ക്ഷേത്രത്തിൽ ദക്ഷിണയും സമർപ്പിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത്. രാവിലെ എത്തിയ സുരേഷ് ഗോപി ഓത്തുകൊട്ടിന്റെ ആലാപന സൗന്ദര്യവും നക്ഷത്രവന സമൃദ്ധിയും അറിഞ്ഞും ആസ്വദിച്ചും 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ചു. താലത്തോടെയാണ് ക്ഷേത്രം ഭാരവാഹികൾ മന്ത്രിയെ എതിരേറ്റത്. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ പൊന്നാട അണിയിച്ചു. ഓത്തുകൊട്ട് സമിതി ഭാരവാഹികളായ KP വാസുദേവൻ, KK വാസുദേവൻ നമ്പൂതിരിപ്പാട്, AD നീലകണ്ഠൻ, അരൂർ വാസുദേവൻ അടിതിരിപ്പാട്, KJ നാരായണൻ, AR ശങ്കരൻ, വേദപണ്ഡിതന്മാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിൽ മന്ത്രി കുടുംബാംഗങ്ങളുടെ നക്ഷത്രപേരുള്ള വൃക്ഷങ്ങൾക്ക് വെള്ളം നനച്ചു. ഓത്തുകൊട്ട് കേട്ട ശേഷം സുരേഷ് ഗോപി പണ്ഡിതരുമായി വേദത്തെക്കുറിച്ച് സംസാരിച്ചു. വീണ്ടും ക്ഷേത്രത്തിൽ എത്താനുള്ള ആഗ്രഹം പങ്കുവച്ചാണ് മന്ത്രി പിരിഞ്ഞത്. ഓഗസ്റ്റ് 9-നാണ് ഓത്തുകൊട്ട് തുടങ്ങിയത്. ഒക്ടോബർ 9-നാണ് ഓത്തുകൊട്ട് സമാപിക്കുക. ഇരിങ്ങാലക്കുട, തളിപ്പറമ്പ്, പെരുവനം എന്നിവിടങ്ങളിലെ വേദപണ്ഡിതന്മാരും വേദവിദ്യാർത്ഥികളും ഉൾപ്പെടെ 30ഓളം പേരാണ് ഓത്തുകൊട്ടിൽ പങ്കെടുക്കുന്നത്. യജുർവേദ ഉപാസിയായ ഓത്തുകൊട്ട് മുടങ്ങാതെ കേരളത്തിൽ നിലനിൽക്കുന്ന 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം. ചൊവ്വൂർ YMCA വുമൻസ് ഫോറം ഉദ്ഘാടനവും സ്ഥാപക മെമ്പർമാർക്കുള്ള ആദരവും നടന്നു. കേരള റീജിയൻ ചെയർപേഴ്സൺ ജൂലി അനിൽ ഉദ്ഘാടനം ചെയ്തു. YMCA ചൊവ്വൂർ പ്രസിഡന്റ് ജോബി ജോർജ് അധ്യക്ഷത വഹിച്ചു. മൂവ്മെന്റ് സ്ട്രെങ്തനിംഗ് കേരള റീജിയണൽ ചെയർമാൻ ബേബി ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി. MO പോൾസൺ, ഡേവിഡ് സാമുവൽ, ഫാദർ വിൻസെന്റ് കണിമംഗലം, ജോസഫ് പുളിക്കൻ, ജോസ് ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാപകാംഗങ്ങളായ EC ഫ്രാൻസിസ്, AA ജോസ്, അഡ്വക്കേറ്റ് TD ഫ്രാൻസിസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജോൺസൺ മാറോക്കി ആദരവ് കൈമാറി. It's a pivotal moment in our nation's history. We remember all our great leaders who have sacrificed their lives for our freedom and tirelessly served our nation. Their dedication is surely an inspiration to the future generation. As we celebrate our 78th Independence Day, we must understand the significance of this day. It is a time to remember the values of
democracy, unity and justice that forms the foundation of nation. Today we remember our legendary leaders Mahatma Gandhi, Jawaharlal Nehru, Sardar Vallabhbhai Patel, Vijayalakshmi Pandit, Sarojini Naidu and many other leaders who fought tirelessly for our freedom, and let us pledge to uphold the values they fought for and work towards the future peace, progress and prosperity of our nation. ഓണത്തോടനുബന്ധിച്ച് ഭീമൻ മാവേലിയുമായി തൃപ്രയാർ ഇഷാര ഗോൾഡ്. ഓഗസ്റ്റ് 17 മുതൽ ആരംഭിക്കുന്ന ഓണാഘോഷത്തെ വരവേൽക്കാൻ ഡാവിഞ്ചി ഉണ്ണി നിർമ്മിച്ച മാവേലി തമ്പുരാനെ പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം വമ്പൻ ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുകയാണ് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് പട്ടുസാരി സമ്മാനമായി നൽകും. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റുകളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ആന്റിക്, ചെട്ടിനാട്, കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. ഓണം പ്രമാണിച്ച് 100 രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി നൽകും. ഓണക്കാലത്ത് ഇഷാര ഗോൾഡ് വിസിറ്റ് ചെയ്ത് ഷോപ്പിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ഓണം ഗിഫ്റ്റ് നൽകുമെന്ന് ഇഷാര PRO ഉബൈദു അറിയിച്ചു. ചേർപ്പ് പെരുമ്പുള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലം നിറയും ഭക്തി നിർഭരമായി. തന്ത്രി KPC വിഷ്ണു ഭട്ടത്തിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമ്പലപ്പള്ളി വാസുദേവൻ നമ്പൂതിരി, ചെറുവത്തേരി മാധവൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറയ്ക്ക് വെങ്ങാലൂർ രാമചന്ദ്രൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി കീഴിലം വിഷ്ണു നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പൂജിച്ച നെൽക്കതർ ഭക്തർക്ക് വിതരണം ചെയ്തു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭാരവാഹികളായ TN ബാലൻ, ബാലചന്ദ്രൻ അഞ്ചേരി, K സുബിൻകുമാർ, KS രാംദാസ്, ബാബു മടത്തിപ്പറമ്പിൽ, വിജയലക്ഷ്മി കുമാരൻ, ബിന്ദു ഉണ്ണികൃഷ്ണൻ, രത്നാമുരളി എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥാ വ്യതിയാനവും നെൽകൃഷിയുടെ അതിജീവനവും എന്ന വിഷയത്തിൽ ജില്ലാതല ശില്പശാല അമ്മാടം സഹകരണ ബാങ്ക് ഹാളിൽ ആഗസ്റ്റ് 23 നടക്കും. കാർഷിക വിദഗ്ധരും ശാസ്ത്രജ്ഞരും കർഷകരും പങ്കെടുക്കുന്ന ശില്പശാല കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റിയാണ് സംഘടിപ്പിക്കുന്നത്. അമ്മാടം ജ്യോതി ബസ് സെന്ററിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PK ലോഹിതാക്ഷൻ, PV സുബ്രഹ്മണ്യൻ, പാർലം ലോക്കൽ സെക്രട്ടറി TG വിനയൻ, പാർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, ജെയിംസ് പി പോൾ, സ്റ്റെയിനി ചാക്കോ, NA പ്രീതാംബരൻ, വിങ്ങണിശ്ശേരി ബാങ്ക് പ്രസിഡന്റ് സതീഷ് ബാബു മാരാത്ത് എന്നിവർ പങ്കെടുത്തു. വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരണമടഞ്ഞ സംഭവത്തിൽ നഷ്ടപരിഹാര തുകയുടെ ബാക്കി സംഖ്യ നൽകാത്തതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട RDO ഓഫീസിലെ കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ജപ്തി ചെയ്തു. 1997 ജൂലൈ 4 ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാം സ്വദേശി ഡോക്ടർ ജവഹർ ഇരിങ്ങാലക്കുട കോമ്പാറ ഭാഗത്തുവെച്ച് സ്കൂട്ടർ റോഡിലെ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് 1997 ജൂലൈ 8 മരണമടഞ്ഞിരുന്നു. തുടർന്ന് 2000 ജൂലൈ 6 ഡോക്ടർ ജവഹറിന്റെ ഭാര്യ ഡോക്ടർ ഉഷ ജവഹർ, മക്കളായ ഡോക്ടർ രാഹുൽ, ഗോകുൽ എന്നിവർ സംസ്ഥാന സർക്കാരിന്റെയും പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന്റെയും അനാസ്ഥയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട സബ് കോടതിയിൽ മുൻപാകെ ഹർജി നൽകുന്നത്. നഷ്ടപരിഹാരം അനുവദിച്ച് 2004 ഏപ്രിൽ 7 ഇരിങ്ങാലക്കുട സബ് കോടതി വിധി വന്നു. എന്നാൽ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ച് അതുവരെയുള്ള പലിശ സഹിതം 8,93,057 രൂപ നൽകാൻ ഹൈക്കോടതി 2022 ഡിസംബർ 12 ഉത്തരവിടുകയായിരുന്നു. നഷ്ടപരിഹാര തുകയിൽ 8,53,056 രൂപ കോടതിയിൽ കെട്ടിവെച്ചിരുന്നു. ബാക്കി നൽകേണ്ട 40,001 രൂപ നൽകാത്തതിനെ തുടർന്ന് നൽകിയ ഹർജിയിലാണ് RTO ഓഫീസിലെ 20 കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ജപ്തി ചെയ്യുവാൻ ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ സബ് കോടതി ജഡ്ജി RK രമ ഉത്തരവിട്ടത്. ഉത്തരവിനെ തുടർന്ന് RTO ഓഫീസിലെ 4 കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ജപ്തി ചെയ്ത് കോടതിയിലേക്ക് മാറ്റി. വാദിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബാബു ഹാജരായി. സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി
ചേർപ്പ് സഹകരണ ബാങ്കിൽ പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ദേശീയ പതാക ഉയർത്തി. ഷാജി കള്ളിയത്ത്, KK രാമൻ, AS ഉണ്ണികൃഷ്ണൻ, സെബാസ്റ്റ്യൻ ചാക്കോ, ലതാ സുരേന്ദ്രൻ, MS രേഖ തുടങ്ങിയവർ പങ്കെടുത്തു. PSC സഹകരണ സംഘം കോടന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ 78ാം സ്വാതന്ത്ര്യദിനാഘോഷം സംഘം പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. P അപ്പുക്കുട്ടൻ, M സേതുമാധവൻ, KR ചന്ദ്രൻ, AA റപ്പായി, CR വേലായുധൻ, ജോസ് AR, സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഹവിൽദാർ നിതിൻ ജോണി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക രാഗി ഷൈജു പതാക ഉയർത്തി. PTA പ്രസിഡന്റ് TV നിരഞ്ജൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയ സമിതി പ്രസിഡന്റ് V രവി, സെക്രട്ടറി TV ജയൻ, PTA വൈസ് പ്രസിഡന്റ് ജിജീഷ്, മാതൃസമിതി പ്രസിഡന്റ് ഹരിത എന്നിവർ സംസാരിച്ചു. വയനാട് ദുരന്ത ബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ജിജീഷിനെ ആദരിച്ചു. കുറച്ച് കഷ്ടപ്പാടൊന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ 1947 ആഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കുന്നു. പണ്ടത്തെ ആൾക്കാർ കുറേ ത്യാഗവും സമരവും എല്ലാം കഴിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. അത് കഴിഞ്ഞ് രാജ്യത്തിന് കാരണം പട്ടാളക്കാരാണ്. പട്ടാളക്കാർ മാത്രമല്ല, ആർമി, നേവി, എയർഫോഴ്സ് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. കൂട് ഓർക്കില്ലാതെ രാജ്യത്തിന് വേണ്ടി സേവിക്കാൻ ഇപ്പോൾ വയനാട് നോക്കി ഓർക്കണില്ലാതെ പാലം കഴിക്കും. അത് മാത്രമല്ല, ഇത് കണ്ടതുകൊണ്ട് നമ്മൾ പട്ടാളക്കാരുടെ ബുദ്ധിമുട്ടാണ്. ചില കാണാത്ത സ്ഥലമുണ്ട്, ബോർഡറിലുണ്ട്, ഓരോ ഏരിയ, ചൈന ബോർഡർ, പാകിസ്ഥാൻ ബോർഡർ, അവിടെ പോയി വെള്ളം പോലും മാസം കുടിക്കുന്നവർ വരികയാണ്, മാസത്തിൽ കുടിക്കുന്നവർ വരികയും അതുപോലെ കഷ്ടപ്പാട് കഴിച്ച് ഭക്ഷണമൊക്കെ ഹെല്ലിനൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുപോലെ ത്യാഗങ്ങൾ കഴിയുമ്പോൾ കുറേ പട്ടാളക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. അപ്പോൾ പട്ടാളക്കാരും ദേശീയ പതാകയും ഊരകം CMS LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ലീമോൾ ടീച്ചർ പതാക ഉയർത്തി. സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ബിജീഷ് പുളിമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി അനുസ്മരണ പ്രാർത്ഥന നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, പഞ്ചായത്ത് അംഗം KB പ്രജിത്ത്, വികസന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ, PTA പ്രസിഡന്റ് സിജോ പിടിയത്ത, MPTA പ്രസിഡന്റ് ബിനു അശോകൻ, PTA വൈസ് പ്രസിഡന്റ് ഷാനവാസ്, സ്മിജ, മെൽവി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ LSS വിജയികളെ ആദരിച്ചു. വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. 1919 ഏപ്രിൽ 13 ജനകീയ നേതാക്കളായ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിന്റെയും ഡോക്ടർ സത്യപാലിന്റെയും അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടി. ഈ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ പഞ്ചാബ് ഗവർണറായ ജനറൽ മൈക്കിൾ ഡയർ ഉത്തരവിട്ടു. വെടിയുണ്ടകൾ തീരുന്നതുവരെ പട്ടാള മേധാവിയായ ജനറൽ ഡയറും കൂട്ടരും വെടിവെച്ചു. മൈക്കിൾ ഡയറിനെ വെടിവെച്ചു കൊന്ന ദേശസ്നേഹിയാണ് ഉദ്ധം സിംഗ്. ഇദ്ദേഹം റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നും അറിയപ്പെട്ടു. ചേർപ്പ് CNN GLP സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാന അധ്യാപകൻ രാജീവ് കുമാർ പതാക ഉയർത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് രേഷ്മ കൃഷ്ണകുമാർ, സ്കൂൾ പ്രധാനമന്ത്രി അയാൻ അജാസ് എന്നിവർ സംസാരിച്ചു. ദേശഭക്തി ഗാനം, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷപ്പകർച്ച, നൃത്താവിഷ്കാരം, സ്വാതന്ത്ര്യ സമര ചരിത്രകഥ എന്നിവ സംഘടിപ്പിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വലിയ രീതിയിൽ സ്വാതന്ത്ര്യ സമരം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എപ്പോഴും പട്ടാള ചിട്ടയോടെ വളരെ ക്ലീനായിട്ട് വേഷവിധാനം ഒക്കെ ചെയ്ത് എപ്പോഴും വളരെ അച്ചടക്കത്തോടുകൂടി നടക്കുന്നൊരു നേതാവാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം എല്ലാ ദിവസവും തനിയെ അദ്ദേഹത്തിൻ്റെ ഷൂ പോളിഷ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സെല്ലാം അദ്ദേഹം തന്നെയാണ് അയൺ ചെയ്തിരുന്നത്, വൃത്തിയാക്കിയിരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പൗരധർമ്മം 100% പാലിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ്.
സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഊരകം CMS LP സ്കൂളിൽ വയനാടിന് ഒരു കൈത്താങ് ആശയവുമായി ഇത് നമ്മൾ അതിജീവിക്കും നാടകം അരങ്ങേറി. ഊരകം HH രവിവർമ്മ വായനശാല അവതരിപ്പിച്ച നാടകം രചന സംവിധാനം ചെയ്തിരിക്കുന്നത് സുരേഷ് നന്മ, ലതാമോഹൻ പാലക്കാടാണ്. സംഗീതം ഗോത്രഭാഷ ബിന്ദു ഇരളം വയനാടും, കല ഡാവിഞ്ചി സുരേഷും, ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ചാക്കോടി അന്തിക്കാടും, സംഗീത നിർവഹണം സനി വല്ലച്ചിറ, ഗോപകുമാർ ഊരകം എന്നിവർ നിർവഹിച്ചു. ലതാമോഹൻ പാലക്കാട്, ചാക്കോടി അന്തിക്കാട്, സുരേഷ് നന്മ, സനൂപ് കരുവന്നൂർ, സനി വല്ലച്ചിറ എന്നിവർ അരങ്ങിലെത്തി. മാസം കഴിയുമ്പോഴാണ് ഞങ്ങൾ മല ഇറങ്ങുക. അങ്ങാടിയിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ മല കയറും. മഴ കൂടിയപ്പോഴേ കുറെ ചാറുമാരി വന്ന് ഞങ്ങളുടെ കോളനിയിൽ നിന്ന് എല്ലാവരെയും വേറെ സ്ഥലത്തേക്ക് മാറ്റി. അതിന്റെ പണിയിലായിരുന്നു ബസ്സിക്ക. അതാ ഇരുട്ടിയത്. ഇനിയിപ്പൊ അങ്ങാടിയിൽ ഏതെങ്കിലും പീടിയാര തിണ്ണേല് കിടന്ന് തൂങ്ങണം. നാളെ പൊലർച്ചൊന്ന് കാട് കയറാൻ പറ്റും. മഴ ரொம்ப பிரச்சனை മൂപ്പം പറഞ്ഞ് ബാഗ് ഇവിടെ എങ്ങനെയും മാറിക്കോൾ. പിന്നെ നമ്മുടെ കാടുമില്ലാതെ നശിപ്പിക്കണതേ ഇവിടെ മുന്നു വന്ന നമ്മുടെ കമ്പനികളും മുതലാളിമാരുമാണെന്ന മൂപ്പം പറഞ്ഞ്. ഊരകം ALP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാലയ പ്രധാന അധ്യാപിക ഗിൽസ ആന്റണി പതാക ഉയർത്തി. ചേർപ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അശ്വിൻകുമാർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ശുചിത്വത്തിന് മാതൃക കാണിച്ച വിദ്യാർത്ഥികളായ ശബരിനന്ദൻ, രുദ്രദേവ്, നിരഞ്ജന എന്നിവരെ ആദരിച്ചു. വാർഡ് മെമ്പർ K കൃഷ്ണകുമാർ, PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാപുരം, സ്കൂൾ ഇൻചാർജ് ദേവസേന, വികസന സമിതി സെക്രട്ടറി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും മധുരവിതരണവും നടന്നു. 78ാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പാർലം പള്ളിപ്പുറം സംഘകലാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘകലാ പ്രസിഡന്റ് സുനിൽകുമാർ പതാക ഉയർത്തി. പരിപാടിയിൽ ക്ലബ് അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. ചേർപ്പ് മര്യാദമൂല ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. രക്ഷാധികാരി സജി തെക്കൂട്ട് കൊടി ഉയർത്തി. ക്ലബ് അംഗങ്ങൾ സന്നിഹിതരായിരുന്നു. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ മുൻകാല മാധ്യമ പ്രവർത്തകൻ ജോൺസൺ ചിറമേൽ ഉദ്ഘാടനം ചെയ്തു. KB പ്രമോദ് അധ്യക്ഷത വഹിച്ചു. KL ആന്റണി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PK ഉണ്ണികൃഷ്ണൻ, KB പ്രസാദ്, KR മണികണ്ഠൻ, അക്ഷരാദിത്യൻ എന്നിവർ പങ്കെടുത്തു. മഹാത്മാ മൈതാനിയിലെ ഗാന്ധി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സൗജന്യ പരിശീലന കേന്ദ്രമായ വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ ഗോവ, കേരള സംസ്ഥാനങ്ങളിലെ CBI മുൻ മേധാവി CB രാമദേവൻ SP സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി അധ്യക്ഷത വഹിച്ചു. AM വക്കച്ചൻ, ജേക്കബ് കോടന്നൂർ, റോയ് ചെറിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം ഓഫീസിൽ DCC സെക്രട്ടറി KV ദാസൻ ദേശീയ പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സേതുമാധവൻ, പാടൂർ അപ്പുക്കുട്ടൻ, നന്ദകുമാർ കോങ്ങാട്ടിൽ, ടോമി പെല്ലിശ്ശേരി, ജോൺസൺ, AD ജോണി, AR അപ്പായി, ഡേവിസ് കണ്ണനായ്ക്കൽ, വാസു കൂട്ടാല, ജോസ് ചാഴൂർ, ശ്രീനിവാസൻ വെങ്ങോലി, സന്തോഷ് കുമാർ സെൻ എന്നിവർ സംസാരിച്ചു. വെങ്ങണിശ്ശേരി വിയ്യാറ്റിപ്പാടം മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ 78ാം സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു.
മൈത്രി നഗർ സെന്ററിൽ പ്രസിഡന്റ് രമേശ് ബാബു പതാക ഉയർത്തി. പാർലം മണ്ഡലം കോൺഗ്രസ് 5ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി CO ജോൺസൺ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് പാലക്കൽ വൃക്ഷവിദ്യ പ്രീ സ്കൂളിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾക്ക് പ്രധാന അധ്യാപിക ജസ്നി ഷിബു നേതൃത്വം നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു. സ്കൂളിൽ LKG, UKG, നഴ്സറി ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നതായി അധികൃതർ അറിയിച്ചു. ചേർപ്പുപടി പടിഞ്ഞാട്ടുമുറി സ്നേഹനിധി കുടുംബശ്രീ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വാർഡംഗം ധന്യ സുനിൽ പതാക ഉയർത്തി. ഫെമിന സുധീർ, സ്നേഹനിധി കുടുംബശ്രീ പ്രസിഡന്റ് റാബിയ ഷാജി, സെക്രട്ടറി ഫസീല ബഷീർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലതിക പതാക ഉയർത്തി. വാർഡംഗം ധന്യ സുനിൽ സന്ദേശം നൽകി. PTA പ്രസിഡന്റ് CK വിനോദ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യദിന റാലി നടത്തി. വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷം ധരിച്ച് റാലിയിൽ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മധുര വിതരണവും നടന്നു. വയനാട് ദുരന്തത്തിൽ ഇരയായവർക്കായി മൗന പ്രാർത്ഥനയും നടത്തി. സ്നേഹതീരം ബീച്ച് പാർക്കിൽ ഡെസ്റ്റിനേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ CC മുകുന്ദൻ MLA പതാക ഉയർത്തി. സ്നേഹതീരം ബീച്ച് പാർക്ക് മാനേജർ AT നേന, ജീവനക്കാരായ CC ശിവൻ, സന്ധ്യ, സുബ്രഹ്മണ്യൻ, ദേവരാജൻ, അമ്മിണി, ലീല, രമണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാലിശ്ശേരി ALP സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചു. ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ പതാക ഉയർത്തി. ഡീക്കൻ ജെൻസൺ ആലപ്പാട്ട്, ക്യാപ്റ്റൻ A ആന്റണി, ഡിബിൻ ജോസ്, പ്രധാന അധ്യാപിക ക്ലൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങൾക്കുള്ള വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തി. അധ്യാപകരായ നിവ്യ ആന്റണി, വിൻസി സജി, ശ്രീജ, റോസ്മേരി, അനീറ്റ എന്നിവർ സംസാരിച്ചു. സ്വിറാത്തുസവിയെ മദ്രസ അങ്കണത്തിൽ ചേർപ്പ് മഹൽ കമ്മിറ്റി പ്രസിഡന്റ് KA അബ്ദുൽ സലാം ദേശീയ പതാക ഉയർത്തി. കമ്മിറ്റി ഭാരവാഹികളായ PA അലി ഹാജി, നാസർ, മുഹമ്മദ് അലി, CK കരീം, PS ഫൈസൽ, സുധീർ, അഷ്റഫ്, തൗഫീഖ്, മുനവർ ഹുദവി, മുസ്തഫ ഫൈസി, സലീം ഉസ്താദ്, മഫ്സൽ ഉസ്താദ്, അബ്ദുറഹ്മാൻ ഉസ്താദ് എന്നിവർ സംസാരിച്ചു. മൂർക്കനാട് NSS കരയോഗത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് കരയോഗം പ്രസിഡന്റ് KB ശ്രീധരൻ ദേശീയ പതാക ഉയർത്തി. ജോയിന്റ് സെക്രട്ടറി ജയ സുരേന്ദ്രൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. M ശാന്തകുമാരി, സദിനി മനോഹർ, N പ്രതീഷ്, രവീന്ദ്രൻ മഠത്തിൽ, അംബിക മുകുന്ദൻ, കനകലത ശിവരാമൻ, അഞ്ജന പ്രഭാകരൻ, മിഥുൻ കൃഷ്ണ, നന്ദന രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ഋഷികേഷ് R മേനോൻ 1ാം സ്ഥാനവും പ്രിയ രാജേഷ് 2ാം സ്ഥാനവും രുദ്രസ് നായർ 3ാം സ്ഥാനവും നേടി. മംഗല്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോണ പൂജ ഈ മാസം 18-ന് ഞായറാഴ്ച ദീപാരാധനയ്ക്കു ശേഷം നടക്കും. പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ടോ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ 0487234850 അല്ലെങ്കിൽ 9400741151 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6555 രൂപ, പവന് 52,440 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ. ജില്ലയിലും വിപുലമായ പരിപാടികൾ. തൃശൂർ തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോണറിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലയിൽ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സംഘടിപ്പിച്ചത് വിപുലമായ പരിപാടികൾ. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3 ലക്ഷം രൂപ നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വല്ലച്ചിറ സർവീസ് സഹകരണ സംഘം 2 ലക്ഷം രൂപ കൈമാറി. വയനാട് ദുരന്ത ബാധിതർക്കുള്ള കൈത്താങ്ങായാണ് തുക കൈമാറിയത്. ചേർപ്പ് മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന യജുർവേദ യജ്ഞം ഓത്തുകൊട്ട് വേദശാല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.